ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ പൊങ്കാലയോടനുബന്ധിച്ച് നമ്മൾ നേരത്തെ തന്നെ ഒരു 4-5 ദിവസം മുമ്പ് തന്നെ നമ്മുടെ പരിസരമൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കരിഞ്ഞ ഇലകളും വാടിയതൊക്കെ എടുത്ത് കളഞ്ഞ് നന്നായിട്ട് ഒന്ന് നീറ്റാക്കി എല്ലാ സ്ഥലവും പുല്ലൊക്കെ വെട്ടി നന്നായിട്ട് നീറ്റാക്കി. ഇനി നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകുകയും കൂടെ വേണം. അപ്പോൾ ഇപ്പോൾ സന്ധ്യയായിട്ടുണ്ട്, ഏതാണ്ട് സന്ധ്യ. അപ്പം നാളത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകണം. അപ്പം മുറ്റത്ത് വെച്ചാണ് നമ്മുടെ മുറ്റത്ത് വെച്ചാണ് പൊങ്കാല ഇടുന്നത്. അപ്പം മുറ്റം കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകണം. ഈ ഭാഗമൊക്കെ നന്നായിട്ട് തുടച്ചിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ നിന്നാണ് പൊങ്കാല ഇട്ടത്. അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ മഴ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ എങ്ങനെയാവുമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്നാണ് പൊങ്കാല ഇട്ടത്. ഇപ്പോൾ അടുപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു പെർമനൻ്റ് അടുപ്പ് വാങ്ങിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. വിറകും അതുപോലെ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകാം. ഈ ഭാഗത്താണ് അടുപ്പ് വയ്ക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകാം. അപ്പോൾ വീടെല്ലാം തന്നെ തുടച്ച് നീറ്റാക്കി. വിളക്കും താലവും കിണ്ടിയും കുടവും എല്ലാം നന്നായിട്ട് തേച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ കലവും ഒരു ചട്ടി, തവി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊങ്കാലയ്ക്ക് ഇത്രയും ഒരുക്കങ്ങളാണ് തലേ ദിവസം ചെയ്തു വെച്ചത്.
അപ്പം നമ്മൾ പൊങ്കാല അടുപ്പിൽ തീ പകർന്നു. ടി വിയിൽ അനൗൺസ്മെൻറ്റ് കേട്ട ആ സമയത്ത് തന്നെ നമ്മൾ കത്തിച്ചു. അപ്പോൾ പൊങ്കാല തുടങ്ങി. നമ്മൾ അടുപ്പെല്ലാം കത്തിച്ച് ടി വിയിൽ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ എല്ലാം ചെയ്തു. വെള്ളം തിളച്ചിട്ട് നമുക്ക് അരിയിടണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും വീട്ടിൽ നിന്നാണ് ഇട്ടത്. അതുപോലെ ഈ പ്രാവശ്യവും വീട്ടിൽ തന്നെയാണ് പൊങ്കാല. തിളച്ചിട്ടുണ്ട്. സ്ഥിരമായി വരുന്നവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് വരാതിരുന്നാൽ പിന്നത്തെ വർഷം അത് തീർച്ചയായിട്ടും എത്തും. അങ്ങനെ ഉറപ്പുവരുത്തുന്നവർ ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയിൽ വന്നാൽ സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള മനുഷ്യർ അവരെല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടെ ഇവിടെ എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ഒരു വ്യത്യാസവും വേർതിരിവുകളും ഇല്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അത് നമുക്ക് വലിയ സന്തോഷം തരുന്നുണ്ട്. ഇപ്പോൾ ഈ പൊങ്കാല നിവേദ്യത്തിന്റെ അടുപ്പിൽ തീ പകർന്നതിന് ശേഷം വീണ്ടും ദർശനം തുടങ്ങിയിരിക്കുന്നു. ശർക്കര ചേർത്ത് കൊടുത്തു. നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തു. എന്നിട്ട് തേങ്ങ ചേർത്തു. പിന്നെ ഒരു 4-5 ചെറിയ പഴം കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊങ്കാല പായസം റെഡിയായി. അപ്പോൾ ടി വിയിൽ അത് നിവേദ്യം അർപ്പിക്കുന്ന സമയം വരുമ്പോൾ ഇവിടെയും ചെയ്യാം.